ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന 9ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചെണ്ട കൊട്ടിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ശതകം ചൊല്ലിക്കുക, ദീപാളി കുളിക്കുക തുടങ്ങിയവയാണ്. അപ്പോൾ ഇവിടെ കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ശതകം ചൊല്ലിക്കുക. ഇനി ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നാണ് അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ സംഗ്രഹിക്കുക അല്ലെങ്കിൽ ചുരുക്കി പറയുക. ഇനി ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്നാൽ ധൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഒന്നുകൂടി പറയാം. ശതകം ചൊല്ലിക്കുക എന്നതിന്റെ അർത്ഥം കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നതാണ്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക അല്ലെങ്കിൽ ചതിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക. ദീപാളി കുളിക്കുക ധൂർത്ത് കാണിക്കുക. താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള 4 വാക്കുകൾ മയിൽ, ആമ്പൽ, പൂവ്, കുയിൽ തുടങ്ങിയവയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയി ചേരുന്നത് മയിൽ. മയിൽ എന്നതിന്റെ പര്യായ പദം കേഗി, ബർഹി തുടങ്ങിയവയാണ്. അപ്പൊ മയിൽ എന്നതിന്റെ പര്യായ പദം കേഗി, ബർഹി തുടങ്ങിയവയാണ്. ആമ്പൽ. ആമ്പൽ കുമുദം, കൈരവം. കുമുദം, കൈരവം തുടങ്ങിയവ ആമ്പലിന്റെ പര്യായ പദങ്ങളാണ്. പൂവ്. കുസുമം, സൂനം തുടങ്ങിയവ പൂവിന്റെ പര്യായ പദങ്ങളാണ്. കോകിലം, പികം എന്നിവ കുയിലിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. മയിൽ എന്നാൽ കേഗി, ബർഹി എന്നിവ പര്യായ പദങ്ങളായി വരുന്നു. ആമ്പൽ, കുമുദം, കൈരവം. പൂവ്, കുസുമം, സൂനം. കുയിൽ, കോകിലം, പികം. തല അധികം കെട്ട് ചേർത്തെഴുതിയാൽ തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പൊ കൊടുത്തിരിക്കുന്നത് ആർജവം, ആത്മീയം, ആദാനം, ആന്തരം തുടങ്ങിയവയാണ്. ഇവയുടെ വിപരീത പദങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആർജവം എന്നതിന്റെ വിപരീതം കൗടില്യം. ആർജവം വിപരീതം കൗടില്യം. ആത്മീയം വിപരീതം ഭൗതികം. ആത്മീയം വിപരീതം ഭൗതികം. ആദാനം വിപരീതം പ്രധാനം. ആന്തരം വിപരീതം ബാഹ്യം. അപ്പൊ ആർജവം വിപരീതം കൗടല്യം, ആത്മീയം വിപരീതം ഭൗതികം, ആദാനം വിപരീതം പ്രധാനം, ആന്തരം വിപരീതം ബാഹ്യം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലേത്? നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. ഇത് അല്പത്തരം മാറാത്തവരുടെ, എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലാണ്. ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. അപ്പൊ ആദ്യത്തേത് മകളുടെ മകൻ. മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൻ ദൗഹിത്രൻ. ഇനി മകളുടെ മകളാണെങ്കിലോ അത് ദൗഹിത്രി. ദൗഹിത്രൻ, ദൗഹിത്രി. മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ആണെങ്കിൽ ദൗഹിത്രി. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഭാര്യയുടെ പിതാവ്. ഭാര്യയുടെ പിതാവിന് പറയുന്നത് ശ്വശൂരൻ എന്നാണ്. ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ. അപ്പൊ ഭാര്യയുടെ മാതാവാണെങ്കിലോ സ്വശ്രു. ഭാര്യയുടെ മാതാവ് സ്വശ്രു. ഇനി സഹോദരി പുത്രൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ. ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രിയാണെങ്കിൽ ഭാഗിനേയി എന്നാണ് പറയുന്നത്. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രിയാണെങ്കിൽ ഭാഗിനേയി. അടുത്തത് സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ ഭർത്താവിന് പറയുന്നത് ശ്യാലൻ എന്നാണ്. ശ്യാലൻ. അപ്പൊ മകളുടെ മകൻ ദൗഹിത്രൻ, ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ, സഹോദരി പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ. താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്ന വാക്കേത്? അപ്പൊ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്ന വാക്കാണ് അസ്പൃശ്യൻ. ആചാര്യർ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ്? അത് പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ആചാര്യർ പൂജക ബഹുവചനം. ശരിയായ മലയാള തർജ്ജമ ഏതാണ്? ഫ്ലൈ ഓൺ ദി വോൾ. നേരത്തെ ഉണരുന്ന ആൾ.
ഔട്ട് ഓഫ് ദി വുഡ്സ് അതീവ സന്തോഷം, ഡൗൺ ടു എർത്ത് ഗൗരവ സ്വഭാവം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ വിരളമായി. അപ്പൊ ഇവിടെ ഏതാണ് ശരിയായി കൊടുത്തിരിക്കുന്നത്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ വിരളമായി. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കുറച്ചു ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ചു ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം. അവിടെ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. പിരിച്ചെഴുതുക. വിഷയൈകം. വിഷയ അധികം ഏകം, അതാണ് വിഷയൈകം. അടുത്തതും പിരിച്ചെഴുതാൻ തന്നെയാണ്. സുഹൃജ്ജനം. സുഹൃത്ത് അധികം ജനം സുഹൃജ്ജനം. ശരിയായ പദം ഏത്? അപ്പൊ ഉച്ചാരണം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഉച്ചാരണം എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിലെ ച ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഉച്ചാരണത്തിലെ ച. വിഗ്രഹരൂപം എഴുതുക. ഭയാശങ്കകൾ. ഭയവും ആശങ്കയും. സുഹൃതാമൃതം എന്നതിന്റെ വിഗ്രഹരൂപം. സുഹൃതമാകുന്ന അമൃതം. ആസ്തിക്യം എന്നതിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. നാസ്തിക്യം. ആസ്തിക്യം വിപരീതം നാസ്തിക്യം. ഉൽപ്പതിഷ്ണു എന്നതിന്റെ വിപരീത പദം യാഥാസ്ഥിതികൻ. ഉൽപ്പതിഷ്ണു വിപരീതം യാഥാസ്ഥിതികൻ. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു. അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു. അപ്പൊ രാവും പകലും എന്ന് പറഞ്ഞാലും അഹോരാത്രം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് മിടുക്കന്മാർ, മരങ്ങൾ, മക്കൾ, ദ്രോണർ തുടങ്ങിയവയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് അലിംഗ ബഹുവചനം? മക്കൾ എന്നതാണ്. അലിംഗ ബഹുവചനം എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും കൂടി ചേർന്ന് വരുന്ന കൂട്ടത്തെയാണ്. അപ്പൊ മക്കൾ എന്ന് പറഞ്ഞാൽ പെൺമക്കളാവാം അല്ലെങ്കിൽ ആൺമക്കളാവാം. അപ്പൊ അതാണ് ഇവിടെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഈ അലിംഗ ബഹുവചനത്തിന്റെ മറ്റു പേരുകളാണ് സാമാന്യ ലിംഗ ബഹുവചനം അല്ലെങ്കിൽ ഉഭയലിംഗ ബഹുവചനം എന്നത്. പിരിച്ചെഴുതുക. അധസ്ഥലം. അധഃ അധികം തലം അധസ്ഥലം. ശരിയായ രൂപം ഏത്? അർത്ഥാന്തര ന്യാസം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇത് ചിലപ്പോൾ അർത്ഥാന്തര ന്യാസം രണ്ട് വാക്കുകളായി തരാം. അതുപോലെ അർദ്ധാന്തര ന്യാസം എന്നും തരാം. അപ്പൊ ശരിയായ രൂപം അർത്ഥാന്തര ന്യാസം എന്നാണ്. സന്ധി നിർണയിക്കുക. 90. അപ്പൊ അത് ആദേശ സന്ധിയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 90 എന്ന് പിരിച്ചെഴുതിയാൽ തൊൺ അധികം 100. അപ്പൊ ന് പോയി ണ് വന്നു. അപ്പൊ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശ സന്ധി. 90 സന്ധി ആദേശ സന്ധി. വിഹഗം പര്യായ പദമായി വരുന്ന വാക്ക്. അപ്പൊ പക്ഷിയുടെ പര്യായ പദമാണ് വിഹഗം. അപ്പൊ നമുക്ക് വിഹഗം കൂടാതെ പക്ഷിയുടെ മറ്റ് പര്യായങ്ങൾ നോക്കാം. ദ്വിജം, നീഡജം, പതംഗം, പദത്രി, ഖഗം, ശകുന്തം. അപ്പൊ പക്ഷിയുടെ പര്യായ പദങ്ങളാണ് വിഹഗം, ദ്വിജം, നീഡജം, പതംഗം, പദത്രി, ഖഗം, ശകുന്തം തുടങ്ങിയവ. ഒറ്റപ്പദം ഏത്? പഠിക്കാനുള്ള ആഗ്രഹം. പിപഠിഷ. അപ്പൊ പഠിക്കാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം പിപഠിഷ. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ഒറ്റപ്പദമാണ് പിപഠിഷു. നദി എന്ന അർത്ഥമില്ലാത്ത പദം ഏത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നദപതി, ആപക, തടിനി, നിമ്നക. അപ്പൊ നദിയുടെ പര്യായ പദങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ആപക, തടിനി, നിമ്നക തുടങ്ങിയവ നദിയുടെ പര്യായ പദങ്ങളാണ്. നദപതി എന്നാൽ കടൽ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ശരിയുത്തരം നദപതി, ഓപ്ഷൻ എ. സ്റ്റാറ്റസ് ക്വോ എന്നതിന്റെ മലയാള പരിഭാഷ. മാറ്റമില്ലാത്ത സ്ഥിതി അല്ലെങ്കിൽ പൂർവസ്ഥിതി എന്നതാണ് സ്റ്റാറ്റസ് ക്വോ എന്നതിന്റെ പരിഭാഷ. പൂർവം എന്നതിന്റെ വിപരീത പദം പശ്ചിമം. പൂർവം വിപരീതം പശ്ചിമം. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് പുരോഗതിയില്ലാത്ത അവസ്ഥയാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത്.
ആകാശകുസുമം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം തീരെ ഉണ്ടാകാനിടയില്ലാത്തത്. അതായത് ഇല്ലാത്ത ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ആകാശകുസുമം എന്ന ശൈലി പ്രയോഗിക്കുന്നത്. ഋജു വിപരീത പദം വക്രം. ഋജു വിപരീതം വക്രം. പികം എന്ന വാക്കിന്റെ അർത്ഥം നേരത്തെ നമ്മൾ ഒരു ചോദ്യത്തിൽ കണ്ടതാണ്. കുയിൽ. പികം കുയിൽ. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഇവിടെ 4 വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ലബ്ധ എന്ന് പറഞ്ഞാൽ നേടിയ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ലബ്ധപ്രതിഷ്ഠ നേടിയ എന്ന് പറയില്ല. ഒന്നില്ലെങ്കിൽ അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. അത്രയും മതി. ഇവിടെ ലബ്ധപ്രതിഷ്ഠ നേടിയ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തേതിൽ. മൂന്നാമത്തേതിൽ ലബ്ധപ്രതിഷ്ഠ ആർജിച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെറ്റാണ്. സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിന്റെ ശരിയായ രൂപം ഏത്? രുക്മിണി. അപ്പൊ രുക്മിണി ഇത് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്. കായാണ് ഉപയോഗിക്കേണ്ടത്. രുക്മിണി എന്ന് തരാറുണ്ട്. അപ്പൊ സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദം രുക്മിണി. ശരിയായ പ്രയോഗം ഏത്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസ്. പ്രവർത്തന പരിചയം ഉള്ളവരെ പരിഗണിക്കും. പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും. പ്രവർത്തന പരിചയമുള്ളവരെ പരിഗണിക്കും. പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതും പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. പ്രവൃത്തി എന്നതാണ് ശരിയായ പദം. പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം അഭിനേത്രി. അഭിനേതാവ് സ്ത്രീലിംഗം അഭിനേത്രി. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം. തർക്ക വിഷയം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് തർക്ക വിഷയം. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ഒറ്റപ്പദം ദിദൃക്ഷു. എന്റെ അധികം നിന്റെ അധികം ഇവ ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത് എന്റെയും നിന്റെയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അപ്പൊ ഇതുപോലെ ഇനിയും വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബൈ. താങ്ക് യു.